നമസ്കാരം, ടുഡേ ടു മലപ്പുറത്തിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടി ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി. 6 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നാട്ടുകാർ വാഹനം തടഞ്ഞതോടെ 4 പേർ ഓടി രക്ഷപ്പെട്ടു. 2 പേരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പൊന്നാനിയിൽ കടൽഭിത്തി നിർമ്മാണം പാതിവഴിയിൽ. അധികൃതരുടെ വാക്ക് വിശ്വസിച്ച കടലോരവാസികൾക്ക് ഈ കടലാക്രമണത്തിലും സ്വസ്ഥതയോടെ വീടുകളിൽ കിടന്നുറങ്ങാനാകില്ല. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് ആക്ഷേപം. പൊന്നാനിയിൽ തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കുമെന്ന് ചമ്രവട്ടം പ്രൊജക്ട് ഡിവിഷന്റെ മുന്നറിയിപ്പ്. മഴയിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടർ തുറക്കുന്നതോടെ ഭാരതപ്പുഴയോരവാസികൾ ആശങ്കയിലായി. കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വേങ്ങര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ വാഹന പരിശോധനയിൽ 26,95,000 രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത്. വെള്ളുവമ്പ്രം സ്വദേശിയായ മഞ്ചേരിത്തൊടി മുഹമ്മദിന്റെ മകൻ ഫസൽ നഹീമിനെയാണ് പണവുമായി കസ്റ്റഡിയിലെടുത്തത്. മഴയ്ക്ക് പിന്നാലെ ദേശീയപാതയിൽ നിന്നും മറുവശത്തേക്കുള്ള താൽക്കാലിക വഴിയും അടഞ്ഞതോടെ തീരാ ദുരിതത്തിൽ രണ്ടത്താണി നിവാസികൾ. പുതിയ പാത വന്നതോടെ മുമ്പ് വെള്ളം ഒഴുകിപ്പോകുന്ന പാത താൽക്കാലിക സഞ്ചാര യോഗ്യമാക്കിയെങ്കിലും വേനൽ മഴ തകർത്തു പെയ്തതോടെ ഇരുഭാഗത്തു നിന്നുമുള്ള ചെളിയും വെള്ളവും അഴുക്കുചാലിലേക്ക് ഒഴുകിയെത്തിയതോടെ നടക്കാൻ പോലും കഴിഞ്ഞില്ല. കൊണ്ടോട്ടി കുറുപ്പത്ത് റോഡിൽ സീബ്ര വരകളില്ലാത്തതിനാൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസം. കൊണ്ടോട്ടി താലൂക്ക് ഓഫീസ്, സബ് ട്രഷററി ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സർക്കാർ ഓഫീസുകളും നിരവധി ആധാരം എഴുത്ത് ഓഫീസുകളും പ്രവർത്തിക്കുന്ന കുറുപ്പത്താണ് സീബ്ര വരകൾ ഇല്ലാത്തത്. മലപ്പുറത്ത് ജലവിതരണം സാധാരണ നിലയിലേക്ക്. കനത്ത മഴയിൽ കടലുണ്ടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജലവകുപ്പിന്റെ കുടിവെള്ള വിതരണം സാധാരണ നിലയിലേക്ക് തിരിച്ചുവന്നു. ദേശീയപാത കോഹിനൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് സമീപത്തെ മരാമത്ത് റോഡ് വീതി കൂട്ടേണ്ടി വരുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. കോഹിനൂർ NH അതോറിറ്റി അടിപ്പാത നിർദ്ദേശം തള്ളിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ ക്ഷണപ്രകാരം സ്ഥലം നേരിട്ടെത്തി പരിശോധിച്ചാണ് ശ്രീധരൻ അഭിപ്രായം അറിയിച്ചത്. ഐ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ 3 തവണ കപ്പ് നേടുന്ന ആദ്യ മലയാളി താരമായി മലപ്പുറം വളാഞ്ചേരി കാവുംപുറം സ്വദേശി മുഹമ്മദ് ജാസിം. മുഹമ്മദിൻ സ്പോർട്ടിംഗ് ക്ലബ് കൊൽക്കത്തയുടെ ജാസിം നേരത്തെ ഗോകുലം FC വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. ഇതോടെ ടുഡേ ടു മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.